ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. ഇത് ലിസാനിലെ 6ാമത്തെ പാഠം മൻജദ്ദ വജദ്ദയാണ്. ഇതിൽ പാഠഭാഗത്തിൻ്റെ ആശയവും പിന്നെ ഇതിലുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് പഠിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന എന്നൊക്കെ ഉള്ളത് ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാനും അത് പഠിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആദ്യം നമുക്ക് പാഠത്തിൻ്റെ ആശയങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ ശേഷം പ്രവർത്തനങ്ങളിലേക്ക് പോകാം. മൻജദ്ദ വജദ്ദ വസഹൽ ഉസ്താദു ഫി സഫി വറക്കത്തൽ ഇംതിഹാനി റുബിസന. കാക്കൊല്ല പരീക്ഷയുടെ പരീക്ഷ പേപ്പർ ഉസ്താദ് ക്ലാസ്സിൽ വിതരണം ചെയ്തു. വക്കാല യാ തുല്ലാബു അൻതും കുല്ലുക്കും നാജിഓന വയാ ത്വാലിബാത്തു അൻതുന്ന കുല്ലക്കുന്ന നാജിഹാത്തും ഫിൽ ഇംതിഹാൻ. ഉസ്താദ് കുട്ടികളോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും ഈ ഒരു പരീക്ഷയിൽ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ അനീസ് എന്ന് പറയുന്ന ഒരു കുട്ടി ചോദിക്കുന്നു, ഫസ അല അനീസ് യാ ഉസ്താദു മനിൽ ഫാഹിഖു ഫിൽ ഇംതിഹാൻ. ആരാണ് ക്ലാസ് ടോപ്പർ അല്ലെങ്കിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്? ആരാണ്? ഉസ്താദ് പറയാണ്, സഈദത്തു വഹഫീഫ ഫഈതക്കാനി ഫിൽ ഇംതിഹാൻ. സഈദയും അഫീഫയുമാണ് ടോപ്പർ. യാ ത്വാലിബത്താനി അൻതുമാ മുജ്തഹിദാനി. യാ ത്വാലിബത്താനി അൻതുമാ മുജ്തഹിദാനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും നന്നായി പരിശ്രമിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ പരിശ്രമിക്കുന്നവർക്ക് വിജയമുണ്ട് അല്ലേ? അനീസ് ചോദിക്കുകയാണ്, കൈഫ കാനത്ത് ദിറാസത്തുക്കുമാ, നിങ്ങളുടെ പഠനം എങ്ങനെയായിരുന്നു? അപ്പോൾ ആ കുട്ടികൾ മറുപടി പറയുന്നത്, സഈദത്തു വഹഫീഫ ദറസ്ന ജയ്യിദൻ വദഅനല്ലാഹ ഫസിർന ഫാഹിഖത്തൈൻ. ഉസ്താദ് അഹ്സൻതുമാ ജസാക്കമുല്ലാഹു ഖൈർ. സഈദ വഹഫീഫ ശുക്രൻ യാ ഉസ്താസന. അൽ ഉസ്താദ് യാ ഫഹീമു വസ്സലീം വാജിബു അലൈക്കുമ അൻ തുഹസ്സിന ദിറാസത്തുക്കുമ വതനീജത്തുക്കുമ ഫിൽ ഇംതിഹാനി നിസ്ഫി സന. ഫഹീമു വസ്സലീം സ നജിത. ഇവിടെ പറയുന്നത് സഹീദയും അഫീഫയും പറയാണ്, ദറസ്ന ജയ്യിദൻ വദഅവനല്ലാഹു ഫസിർന ഫാഹിഖത്തൈനി. ഞങ്ങൾ നന്നായി പഠിക്കുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു. ഉസ്താദ് പറയുന്നു, അഹ്സൻതുമാ ജസാക്കല്ലാഹുമ്മ ഹൈർ. അത് നന്നായി, ജസാക്കുമുല്ലാഹു ഹൈർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹു ഉപകാരം ചെയ്യട്ടെ എന്നാണ്. സഈദ അഫീഫ ശുക്രൻ യാ ഉസ്താദ, നന്ദി ഉസ്താദെ എന്ന് പറയുന്നു. ഉസ്താദ് യാ ഫഹീമു വസ്സലീം, ഫഹീമിനോടും സലീമിനോടും കൂടി പറയാണ്, വാജിബു അലൈക്കുമാ, നിങ്ങൾക്ക് നിർബന്ധമാണ് അൻ തുഹ്സിന ദിറാസത്തുക്കുമാ, നന്നായിട്ട് നിങ്ങൾ ഒന്നും കൂടി പഠിക്കണം. തനീജത്തുക്കുമാ ഫിംതിഹാനി നിസ്ഫിസന, അടുത്ത പരീക്ഷ ആഫിയർ എക്സാം അല്ലേ, ആ ഒരു പരീക്ഷയ്ക്കേക്ക് നല്ല മാർക്ക് വാങ്ങുകയും ചെയ്യണം എന്നാണ് ഉസ്താദ് പറയുന്നത്. അപ്പോൾ ഫഹീമും സലീമും സനജത്തഹിദു ഇൻഷാല്ല, ഞങ്ങൾ പരിശ്രമിക്കാം ഇൻഷാല്ല, അള്ളാഹു ഉദ്ദേശിച്ചാൽ. ഉസ്താദ് മൻജദ്ദ വജദ്ദ, പരിശ്രമിക്കുന്നവർക്ക് വിജയമുണ്ട് എന്ന് അപ്പോൾ ഉസ്താദ് മറുപടി പറയുകയും ചെയ്യുന്നു. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ഇതിൽ പഠിക്കാൻ ഈ പാഠഭാഗത്തിൻ്റെ ആശയം ഇതാണ്. ഇതിൽ പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഒരു പാഠത്തിൽ ഇവിടെ നിങ്ങൾക്ക് ഉസ്താദ്, അസാത്തീദ, ത്വാലിബ് തുല്ലാബ്, ത്വാലിബത്ത് ത്വാലിബാത്ത്, സ്വഫ് സുഫൂഫ്, വറക്കത്ത് ഔറാക്ക്, വാജിബ് വാജിബാത്ത്, സനത്ത് സനവാത്ത്, ദർസ് ദുറൂസ്. ഇത് മുഫ്രദോ ജമ്മു ആണ്. ഇതിൻ്റെ ചോദ്യങ്ങൾ വരും. ഉസ്താദ് തന്നിട്ട് അതിൻ്റെ ജമ്മ എഴുതാൻ വേണ്ടിയിട്ട് പറയും. അതുപോലെ ത്വാലിബ്, ത്വാലിബത്ത്, സ്വഫ്, വറക്കത്ത്, വാജിബ്, സനത്ത്, ദർസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ഉസ്താദിൻ്റെ ജമ്മാണ് അസാത്തീദത്ത്, ത്വാലിബ് തുല്ലാബ്. ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദ്, അസാത്തീദത്ത് എന്ന് പറഞ്ഞാൽ കുറേ. അങ്ങനെയാണ് ഈ ഇതിൽ ഓരോന്നും വരുന്നത്. ത്വാലിബ് വിദ്യാർത്ഥി, തുല്ലാബ് വിദ്യാർത്ഥികൾ, ത്വാലിബത്ത് വിദ്യാർത്ഥിനി, ത്വാലിബാത്ത് വിദ്യാർത്ഥിനികൾ, സൊഫ് സുഫൂഫ് ക്ലാസ്സുകൾ, വറക്കത്ത് പേപ്പർ, ഔറാക്ക് പേപ്പറുകൾ, വാജിബ് വാജിബാത്ത്, സനത്ത് സനവാത്ത്, ദർസ് ദുറൂസ്. ഓക്കെ, ഇങ്ങനെയാണ് ജമ്മ എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉസ്താദ് തന്നിട്ട് അതിൻ്റെ ജമ്മ എഴുതാൻ വേണ്ടി പറയും. അപ്പോൾ നിങ്ങൾ അസാത്തീദ് എന്ന് എഴുതണം. ത്വാലിബ് തന്നിട്ട് തുല്ലാബ് എന്ന് എഴുതണം. മക്കൾക്ക് മാറിപ്പോകുന്നത് ഇതിൻ്റെ മുലാരി എഴുതാൻ വരുമ്പോഴാണ്. ഇവിടെ നിങ്ങൾക്ക് മുലാരി പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്.
ഇതാ വസ്സഹ, കാല, ദഅ, ദർസ, വജദ, ഇജ്തഹദ. ഇപ്പം ഇത് യദുറുസു എന്നുള്ള മുലാരിയാണ് ഇതിന് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മുലാരിഹ് എന്നുള്ളതും ജം എന്നുള്ളതും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ദർസിന് പകരം ദുറൂസ് എന്ന് എഴുതി വെക്കും. അതാണ് മുലാരിഹ്. ഹെഡിങ്ങിൽ മുലാരി എഴുതാനാണെങ്കിൽ യാ കൂട്ടിയിട്ടാണ്, അതൊരു ടെക്നിക്കാണ് കേട്ടോ. യാ കൂട്ടിയിട്ടാണ് എല്ലാം മുലാരി എഴുതേണ്ടത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ കൂടുതലുള്ളതാണ് ജം എഴുതേണ്ടത്. ഉസ്താദ്, അസാതീദ, ത്വാലിബ്, തുല്ലാബ്, ത്വാലിബത്ത്, ത്വാലിബാത്ത്, സൊഫ്, സുഫൂഫ്, വറക്ക, ഔറാക്ക്, വാജിബ്, വാജിബാത്ത്, സനത്ത്, സനവാത്ത്, ദർസ്, ദുറൂസ്, അങ്ങനെയുള്ളതാണ് കൂടുതലുള്ളതാണ് ജമ്മുകൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ജമ്മിൻ്റെ നമുക്ക് നോക്കി. ഇനി നമുക്കിവിടെയുള്ള ഈ ഒരു ഇവിടെ കണ്ടോ മുലാരി എഴുതാൻ, മുലാരി നക്തുബുൽ മുലാരി, വസ്സഹേൻ്റെ മുലാരി എന്താണ്? യുവസിഹു എന്നാണ്. ഈ മുലാരി എഴുതുമ്പോൾ എല്ലാത്തിലും എന്താണ്? യാ വരും, ഫസ്റ്റ് തന്നെ യാ വരും. അപ്പോൾ അത് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. മുലാരി എഴുതാൻ യാ കൂട്ടിയിട്ടാണ് എഴുതേണ്ടത്. വസ്സഹ, വുസൂഹ്, കാല, കൂലി, ദഅ, ദുഉ അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല. മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വസ്സഹ യുവസിഹു, കാല യഖൂലു, ദഅ യദ്ഹു, ദർസ യദ്റുസു, വജദ യജിദു, ഇജ്തഹദ യജ്തഹിദു. യാ കൂട്ടിയിട്ടാണ് മുലാരി എല്ലാം നിങ്ങൾ എഴുതുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ കണ്ടോ നുലാഹിലുൽ കലിമാത്ത് വൽ അർക്കാം. ഇത് 1/2, 1/4, 1/3, 1 എന്ന് കണ്ടോ. ഇത് പഠിക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്താണെന്ന്, നിസ്ഫ് എന്ന് പറഞ്ഞിട്ട് 1/2 അതിന് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ആദ്യം ഈ വാഹിദ് പഠിക്കുക. 1 വാഹിദാണല്ലോ നമ്മൾ അറബിയിലും പറയുന്നത്. അതുപോലെ രണ്ടാമത്തേത് നിസ്ഫ്, ഇസ്നാനി എന്നല്ലേ. ആ ഇസ്നാനി എന്നുള്ള വാക്കുമായിട്ട് നിങ്ങൾ യോജിപ്പിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിസ്ഫ് എന്നുള്ളത് കിട്ടും. 2. ഇനി 1/3 പഠിക്കുക. സലാസയാണ് സുലുസായിട്ടുള്ളത്, റാബിയാണ് റുബു ആയിട്ടുള്ളത്. വാഹിദ്, ഇസ്നൈൻ, സലാസ, അർബ എല്ലാവർക്കും അറിയാലോ. അങ്ങനെ അതുമായിട്ട് ഇതിനെ ബന്ധിപ്പിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് വേഗം കിട്ടും. 1 വാഹിദ്, 2 ഇസ്നാനി നിസ്ഫ്, 3 സലാസ സുൽഫ്, 4 അർബഹ റുബഹ്. പിന്നെ ഇവിടെയുള്ളത് നുതർജിമാണ്. അറബി തന്നിട്ട് അതിനെ മലയാളത്തിൽ എഴുതാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പാഠഭാഗത്തുള്ള കാര്യം തന്നെയാണ്. മൻ ജദ്ദ വജദ്ദ, പരിശ്രമിച്ചവൻ വിജയിക്കും എന്നുള്ളത് പാഠഭാഗം ഒന്ന് നന്നായിട്ട് 2-3 പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവും. മനിൽ ഫാഖു മിനൽ ഇംതിഹാൻ. മൻ എന്ന് പറഞ്ഞാൽ ആര്, ഫാഹിഖ് എന്ന് പറഞ്ഞാൽ ഉന്നതൻ, ടോപ്പർ, ഇംതിഹാൻ എന്ന് പറഞ്ഞാൽ പരീക്ഷ. അപ്പൊ പരീക്ഷയിൽ ഉന്നതൻ ആര്? കുല്ലുക്കും നാജിഹൂൻ, നിങ്ങൾ എല്ലാവരും വിജയികളാണ്. ഇത് പാഠഭാഗത്ത് നിന്നുള്ളതാണ്. ഇനി പ്രധാനമായിട്ടുള്ളതാണ് ഇവിടെ കണ്ടോ ഈ ഒരു കാര്യം. മുൻഫസില, മുത്തസില, നെസിലു, ബി ഇല, നെസിലു, ബി അല. അപ്പൊ ഈ അൻതി എന്നുള്ളത് അൻതി, അൻതുമാ അൻതും, അൻതി, അൻതുമാ അൻതുന്ന, അന നെഹനു. ഇത് മൊത്തം നിങ്ങൾ കാണാതെ പഠിക്കണം. അതിനുള്ള ഈസി വഴി ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ കൂടെ അതിൻ്റെ മുത്തസിലിയാണ് കാ കുമാ കും, കീ കുമാ കുന്ന, നീ ന. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട്. ഇനി ഈ ഒരു കാ കുമാക്കും ഈ ഒരു ഇലയ്ക്കും അലക്കും കൂട്ടി യോജിപ്പിച്ചിട്ട് എങ്ങനെയാണ് പറയാന്നുള്ളതാണ്. ഇലയുടെ കൂടെ കാ ചേർന്നാൽ ഇലൈക്ക, ഇലൈക്കുമാ, ഇലൈക്കും, ഇലൈക്കി, ഇലൈക്കുമാ, ഇലൈക്കുന്ന, നീ എന്നുള്ളത് ഇലയ്യയായി. ഇലയ്യ, ഇലൈന. അതുപോലെ അല, അലൈക്ക, അലൈക്കുമാ, അലൈക്കും, അലക്ക്. ഈ ഒരു സംഭവം എല്ലാം വെച്ചിട്ട് പറയലാണ്. ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഇതെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമുക്കായിട്ടുള്ളത് അൻതി, അൻതുമാ, അൻതും, അൻതി, അൻതുമാ, അൻതുന്ന, പിന്നെ 2 കൂടി ഉണ്ട്. ആദ്യം നമ്മൾ ഈ ഒരു 3 മാത്രം പഠിക്കുക. അൻതി, അൻതുമാ, അൻതും. ഇതിനെ നമ്മൾ 3 ഭാഗമാക്കിയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അൻത, അൻതുമാ, അൻതും, അൻതി, അൻതുമാ, അൻതുന്ന, അൻത, അൻതുമാ, അൻതും. പിന്നെ താഴെ ഭാഗത്ത് വരുന്നത് അൻത, അൻതി ആവുന്നു. അൻതുമാ, അൻതുമ തന്നെ. അൻതും എന്നുള്ളത് അൻതുന്നയാവുന്നു. അത് മാത്രമാണ് താഴേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം വരുന്നത്. അൻത, അൻതുമാ, അൻതും, അൻതി, അൻതുമാ, അൻതുന്ന. ഇനി അനനഹനും ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെയുള്ള 2. അത് നമുക്ക് പഠിക്കാം. ഇപ്പം ഇത് മനസ്സിലായല്ലോ. അൻത, അൻതുമാ, അൻതും, അൻതി, അൻതുമാ, അൻതുന്ന. അൻത,
താഴെ നാലാമത്തേത് അൻത്യാവും, പിന്നെയും അൻതുമ തന്നെ. പിന്നെ അൻതുമ എന്നുള്ളത് അൻതുന്ന എന്നുള്ളത് ആവുന്നു. അത്രയേ ഉള്ളൂ. അൻത, അൻതുമ, അൻതും, അൻതും, അൻതി, അൻതുമ, അൻതുന്ന. ഇതാണ് മാറ്റം വരുന്നത്. ഒന്ന് ഇതിന്റെ കൂടെ ബാക്കി വരുന്നത് അനയും നെഹ്നുവും മാത്രമാണ്. അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നെഹ്നു. അനയും നെഹ്നുവും കൂടി ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ അൻത, അൻതുമ, അൻതും. അപ്പൊ അൻത പിന്നെ നാലാമത് എന്താവും? അൻതിയാവും. പിന്നെയും അൻതുമ തന്നെ. പിന്നെ അൻതും എന്നുള്ളത് അൻതുന്നയാവും. ഇനി നമുക്ക് ഇപ്പുറത്തുള്ള ഇതിന്റെ മുത്തസ്സില കാ കുമാ കും, കീ കുമാ കുന്ന എങ്ങനെയാണ് ഇത് വെച്ച് പഠിക്കാന്നുള്ളത് നോക്കാം. നേരെയുള്ള കാ കുമാ കും, ഇതിന്റെ നേരെ വരുന്ന കാ കുമാ കും, കീ കുമാ കുന്ന, ഇതുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് പഠിക്കുക? ഇതുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ നിങ്ങൾ അൻത കാണുന്നില്ലേ? അൻത, അൻത എന്നുള്ളത് ഇതിലെ താ ഉള്ള താ തുമാ തും, തീ തുമാ തുന്ന എന്നുള്ളിടത്തൊക്കെ എന്ത് കൊടുത്താൽ മതി? കാ കൊടുത്താൽ മതി. കാ കൊടുത്തിട്ട് വായിക്കുക. ഓക്കെ, താ എന്നുള്ളതിന് കാ ആക്കി കൊടുക്കുക. ഈ ഒരു താന്ന് മാറ്റിയിട്ട് അവിടെ കാ ആക്കി കൊടുക്കുക. തുമാ എന്നുള്ളത് കുമാന്നാക്കി കൊടുക്കുക. തും എന്നുള്ളത് കും എന്നാക്കി കൊടുക്കുക. തീ എന്നുള്ളത് കീ എന്നാക്കി കൊടുക്കുക. തുമാ എന്നുള്ളത് കുമാന്നാക്കി കൊടുക്കുക. തുന്ന എന്നുള്ളത് കുന്നാന്നാക്കി കൊടുക്കുക. അതായത് ഇത് ഈസി ആയിട്ട് പഠിക്കാൻ അൻത എന്നുള്ളത് താ എന്നുള്ളത് അറഫൊന്നും മാറ്റാതെ താക്ക് പകരം അവിടെ കാ കൊടുക്കുക. പിന്നെ എങ്ങനെയാണോ തുമാത്തും താ എന്നുള്ള ഇതിനൊക്കെ അവിടെ കാ കൊടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യം വരില്ല. അൻത കാ, അൻതുമാ കുമാ, അൻതും തും കും, തീ കി, തുമാ കുമാ, കുന്ന തുന്ന. ആ ഒരു താ എന്നുള്ളത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാ കുമാക്കും കീ കുമാ കുന്ന എന്നുള്ളത് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ ഒരു അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന എന്നുള്ളത് അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ അൻത എന്ന് പറഞ്ഞാൽ നീ. പിന്നെ നിങ്ങൾ രണ്ട് ആൺകുട്ടികൾ അല്ലെങ്കിൽ ആണ് 2 പേർക്കാണ് ആ ഒരു ഇത് പറയുന്നത്. അൻതും എന്ന് പറയുന്നത് നിങ്ങൾ, അതിൽ കൂടുതൽ ആൾക്കാർ. അൻതി നീ ഒരു സ്ത്രീ, നിങ്ങൾ 2 സ്ത്രീകൾ, നിങ്ങൾ കുറെ സ്ത്രീകൾ. അങ്ങനെയാണ് അൻതുന്ന വരെ വരുന്നത്. പിന്നെ ഉള്ളത് അന, നെഹ്നു ആണ്. അനയ്ക്ക് നീ എന്നാണ്, നെഹ്നുവിന് നാ എന്നാണ് മുത്തസ്സില വരുന്നത്. ഇത് മുനഫസ്സിലയും ഇത് മുൻഫസ്സിലയും ഇത് മുത്തസ്സിലയാണ്. അപ്പം ഇതിന്റെ മുത്തസ്സില വരുന്നത് അനയ്ക്ക് നീ എന്നും നെഹ്നുവിന് നാ എന്നും. അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അന എന്നുള്ളത് ഈ നാ ഓർത്ത് വെക്കുക. അപ്പൊ നാ എന്തായി? ഇങ്ങോട്ട് വരുമ്പോൾ നീ ആയി. നെഹ്നുവിനുള്ളത് നാ എന്തായി? നാന്നായി. നാ എന്നുള്ളത് നീന്നായി, നാ എന്നുള്ളത് നാന്നായി. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു താ തുമാത്തും തീ തുമാ തുന്ന എന്നുള്ളതിനൊക്കെ എന്ത് കൊടുത്താൽ മതി? കാന്ന് കൊടുത്തിട്ട് ആ ഒരു അറഫ് മാറ്റാതെ, അറക്കത്തുകൾ മാറ്റാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാക്കുമാക്കും കീക്കുമാ കുന്ന എന്നുള്ളത് പഠിച്ച് കഴിയും. ഇനി ആ പേജിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പേജ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടില്ലേ? അൻതി, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നെഹ്നു. അൻതേന്റെ കൂടെ കാ വരുന്ന്, കുമാക്കും കീ കുമാ കുന്ന, നീ, ന. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ഇത് മനസ്സിലായല്ലോ. ഇനി ഇതിവിടെ തന്നിട്ടില്ല. നെസിലുബി അല, നെസിലുബി ഇല. ഈ ഒരു കാ ഏതിനൊക്കെ കൊടുക്കണം? ഇലയ്ക്കും അലയ്ക്കും കൊടുത്തിട്ട് എങ്ങനെയാണ് ഈ കാ വായിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇനി പറയാനുള്ളത്. അപ്പൊ എങ്ങനെയാണ്? ഇലക്ക് കാ കൊടുത്ത് വായിക്കുക. ഇലൈ കാ. എന്ത് ബോർഡിൽ എഴുതരാം. ഇനി ടെക്സ്റ്റിൽ പറയുന്നത് നെസിലുബി ഇല, ഇലയെ ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് വായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എങ്ങനെയാണ്? ഇല ക, ഇലൈക്ക, ഇലാക്കുമ, ഇലൈക്കുമ, ഇലാക്കും, ഇലൈക്കും, ഇലാക്കി, ഇലൈക്കി, ഇലൈക്കുമ, ഇലൈക്കുമ, ഇലാക്കുന്ന, ഇലാക്കുന്ന. ഇനി അടുത്ത് നമ്മുടെ താഴെ നീയും നായും ഉണ്ടല്ലോ. ഇതിന്റെ 6ണയിൽ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. നീയും ഉണ്ട്, നായും ഉണ്ട്. കൂടെ തന്നെ നീ നാ എങ്ങനെയാണ് ഇലയ്ക്ക് വെക്കുക? ഇലയ്ക്ക് നീ എന്നുള്ളത് നമ്മൾക്ക് ഇലൈനീ എന്ന് പറയില്ല. അത് മാത്രം മാറും. എന്താ മാറാ? ഇല വരുമ്പോൾ ഇലയ്യ എന്നുള്ളതായിട്ട് മാറും. നാ എന്നുള്ളത് ഇലൈന. അതൊന്നും വ്യത്യാസമൊന്നുമില്ല. നീ എന്നുള്ളത് ഇലയ്യയാവും, നാ എന്നുള്ളത് ഇലൈന എന്നുള്ളതാവും. അതുപോലെ ഈ ഇലയെ നമുക്ക് അല വെച്ചിട്ട് വായിക്കാൻ വേണ്ടിയിട്ടാണ്
അടുത്തതായിട്ട് പറയുന്നു. ഇവിടെ വെച്ച് വായിച്ചു നോക്കാം. അതുപോലെ തന്നെ അലൈക്ക, അലൈക്കുമാ, അലൈക്കും, അലൈക്കി, അലൈക്കുമാ, അലൈക്കുന്ന. പിന്നെയോ നീ എന്നുള്ളത് എന്തായി മാറുന്നുണ്ട്? ലയ്യ, അലയ്യ, അലൈന. ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവത്തിൽ പഠിക്കാൻ. ഈ ബുക്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, അല വെച്ചിട്ടും ഇല വെച്ചിട്ടും ഇതിനെ പഠിക്കാൻ വേണ്ടിയിട്ടും എഴുതാൻ വേണ്ടിയിട്ടും പറയുന്നുണ്ട്. പിന്നെ അൻത, അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അനാനഹനും, കാക്കുമാക്കും, കീക്കുമാക്കുന്ന, നീന. ഇത് ഈ ഒരു ഞാൻ പറഞ്ഞ ഒരു മെത്തേഡിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. പിന്നെ ഇവിടെ പൂരിപ്പിക്കാൻ, വിട്ട ഭാഗം പൂരിപ്പിക്കാനായിട്ടാണ് ഉള്ളത്. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ ഇത് മുലാരി ആക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റേത് മാലി ആക്കാൻ വേണ്ടി. നമ്മൾ 3ാം ക്ലാസ്സിലൊക്കെ മുലാരി മാലിയൊക്കെ പഠിച്ചിട്ടുണ്ട്. മുലാരിയും മാലിയും മാറിപ്പോവാൻ പാടില്ല. മുലാരിയിൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. യാ വെച്ചിട്ടാണ് മുലാരിയിൽ എല്ലാം എഴുതുന്നത്. യദ്റുസു, യദ്ഉ, യുവസ്സിഹു, അങ്ങനെയാണ് ഈ ഒരു പാഠം വരുന്നത്. പിന്നെ നമ്മൾക്ക് ഇതൊക്കെ ഖുർആനിലുള്ള ആയത്തുകളാണ്. അതൊക്കെ വായിക്കാനും ഇവിടെ പൂരിപ്പിക്കാനും ഒക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പ്രവർത്തനങ്ങൾ വരുന്നത്.